ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിക്വയർമെന്റ്സ് ഓർ ലിംഗ്വിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഓറിയന്റേഷൻ പ്രോസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതില് ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, ടോപ്പ് എക്സിക്യൂട്ടീവ്സിന്റെ ഇൻവോൾവ്മെന്റ് വേണമെന്ന് പറഞ്ഞു. പ്രയർ പ്ലാനിങ്, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രയർ ആയിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്തിരിക്കണം. എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ നമ്മൾ അസസ്മെന്റ് ചെയ്യണം. ഫീഡ്ബാക്ക് സെഷൻ, നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. ദെൻ നമ്മൾ എംപ്ലോയിയുടെ അടുത്ത് ഫീഡ്ബാക്ക് സെഷൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ, ക്ലിയർ ആണോ എന്ന് ചോദിക്കാം. ഗിവിംഗ് നോളജ് ടു എംപ്ലോയി, നമുക്ക് എക്സ്ട്രാ നോളജ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യാം. ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ റാദർ ദാൻ സൂപ്പർവിഷണൽ ഇൻട്രൊഡക്ഷൻ, നമ്മളൊരു ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലാതെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയിക്ക് കൺഫ്യൂഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എംപ്ലോയിക്ക് സഫിഷ്യന്റ് ടൈം നമ്മൾ കൊടുക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും നമ്മളൊരു സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ടൈം കൊടുക്കണം. ഇൻജക്ഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ നെസസറി ഇൻഫർമേഷൻസും നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഡയറക്ഷൻ ബൈ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഡയറക്ഷൻ, അതുവെച്ചാൽ നമ്മൾ സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സ് ഒക്കെ നമുക്ക് തരുന്ന ഡയറക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ദെൻ കൺക്ലൂഡിങ് സെഷൻ എന്ന് വെച്ചാൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്തായാലും ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസ് നാളെ മുതൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പ് ഒരു ചെറിയ കൺക്ലൂഡിങ് സെഷൻ കൂടി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു റിക്വയർമെന്റ്സ് ഓഫ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ പ്രോസസ്സിന്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓറിയന്റേഷൻ ഗീവ്സ് ഫോളോയിങ് ബെനിഫിറ്റ്സ്, താഴെ പറയുന്ന ബെനിഫിറ്റ്സ് ആണ് ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. എന്താണ് ലേബർ ടേൺ ഓവർ? ക്ലാസ്സുകളായിട്ട് ലേബർ ടേൺ ഓവർ എന്താന്ന് അറിഞ്ഞൂടാ. എന്താണ് ലേബർ ടേൺ ഓവർ? മലയാളം മീനിങ് വേണമെങ്കിൽ പറഞ്ഞുതരാം. എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവാണ്, എംപ്ലോയീസ് ക്വിറ്റ് ചെയ്ത് പോവാണ്, അതിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോ ഒരു നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും ലേബർ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് അവരെന്ത് ചെയ്യില്ല, ക്വിറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ പോകില്ല. അപ്പൊ ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്, ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓക്കെ, റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. The first stage of employees period of service shows high labor turnover. ഫസ്റ്റ് സ്റ്റേജിൽ സാധാരണയായിട്ട് എംപ്ലോയീസ് ഫസ്റ്റ് സ്റ്റേജിൽ ഒരുപാട് പേര് സ്ഥാപനത്തിൽ വരെയും മേ ബി ഒരു എന്തെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്, കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. If the employee is allowed to develop negative opinion towards the job during the time. ഈ ഫസ്റ്റ് ടൈമില് എംപ്ലോയീസിന് നെഗറ്റീവ് ഒപ്പീനിയൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു പ്രോപ്പർ ആയിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമോ ട്രെയിനിങ് പ്രോഗ്രാമോ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ കമ്പനിയോട് ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. Then the employee can induce to quit the organization. അപ്പൊ സാധാരണയായിട്ട് അവർക്കൊരു ഇന്റൻഷൻ ഉണ്ടാവും, ക്വിറ്റ് ചെയ്യാം, ഓർഗനൈസേഷനിൽ പിരിഞ്ഞു പോവാം എന്നുള്ളൊരു ഇന്റൻഷൻ സാധാരണയായിട്ട് കാണാറുണ്ട്. Labor turnover can be restricted to least by using an effective injection program. നല്ലൊരു എഫക്റ്റീവ് ഇൻജക്ഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ലേബർ ടേൺ ഓവർ നമുക്ക് ഒരു പരിധി വരെയും എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ലേബർ ടേൺ ഓവർ ക്യാൻ ബി റിസ്ട്രിക്റ്റഡ് ടു ലീസ്റ്റ് ബൈ ആൻ എഫക്റ്റീവ് ഓറിയന്റേഷൻ പ്രോഗ്രാം. നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ലേബർ ടേൺ ഓവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസ് കൊഴിഞ്ഞു പോവില്ല. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എത്ര എക്സ്പെൻസീവ് പ്രോസസ് ആണെന്ന്. നമ്മൾ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ കഴിഞ്ഞ എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ സമയത്ത് അവർ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കാരണവശാലും അവരെ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് വിടരുത്. അവർ നല്ല രീതിയിൽ ഓറിയന്റേഷനും
ട്രെയിനിങ്ങും കൊടുത്ത് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തണം. അതാണ് നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഗെയിം. ഡ്യൂറിങ് ഏർലി സ്റ്റേജസ് ഓഫ് ദ ന്യൂ എംപ്ലോയീസ് കരിയർ, ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് ഒരു എഫക്റ്റീവ് ഇന്റൻഷൻ പ്രോഗ്രാം എന്താണ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഫക്റ്റീവ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ അവർ എന്ത് ചെയ്യും, ഒരുപാട് കാലത്തോളം റീറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആണ്. ലേബർ ടേൺ ഓവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എംപ്ലോയീസ് പീരീഡ്, നമ്മൾ ഫസ്റ്റ് ചെയ്ത് റിക്രൂട്ട് ചെയ്തു, ഓറിയന്റേഷൻ ടൈമിൽ മേ ബി ഹൈ ലേബർ ടേൺ ഓവർ ഫേസ് ചെയ്യാറുണ്ട്. ആ ഒരു ടൈമിൽ ഫസ്റ്റ് മന്ത് തന്നെ ചിലപ്പോ ചില എംപ്ലോയീസിന് നമ്മുടെ എൻവയോൺമെന്റ് ഇഷ്ടാവില്ല, ഓർഗനൈസേഷൻ ഇഷ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എംപ്ലോയീനെ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. ഇനി ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ്. നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും, നമുക്ക് ഇങ്ങനെ സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും, നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ആ ഒരു വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തെ കുറിച്ച് അവർക്ക് എന്തുണ്ട്, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ സോറി കേട്ടോ. നമ്മൾ ന്യൂലി റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയിക്ക് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് എന്താണ് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, ഇന്ന പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പൊ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻ. നമ്മുടെ എംപ്ലോയീസ് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് റിയലിസ്റ്റിക് ആക്കാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നു. The new intention program are thought about the expectation of the organization. നമ്മൾ ഇന്റൻഷൻ പ്രോഗ്രാമിന്റെ ടൈമിൽ നമ്മൾ ഓർഗനൈസേഷനെ കുറിച്ച് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. From them and what they increment in return can expect from the organization. സാധാരണയായിട്ട് രണ്ടുപേരും എന്താണ് ഓർഗനൈസേഷനും ന്യൂ എംപ്ലോയിയും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ന്യൂ എംപ്ലോയിയെ സംബന്ധിച്ച് ഓർഗനൈസേഷനെ കുറിച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഈ ന്യൂ എംപ്ലോയിനെ കുറിച്ചിട്ട് കുറച്ച് എക്സ്പെക്ടേഷൻ, അവരെങ്ങനെ വർക്ക് ചെയ്യും, നല്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഓർഗനൈസേഷൻ എക്സ്പെക്ടേഷൻ ഉണ്ട്. അതേപോലെ അതിന് റിട്ടേൺ ആയിട്ട് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള വേജും കാര്യങ്ങളും എക്സ്ട്രാ അലവൻസ് ഒക്കെ തരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആർക്കും ഉണ്ടാവും, ന്യൂ എംപ്ലോയിക്ക് ഉണ്ടാവും. അപ്പൊ ഇവർ രണ്ടുപേരുടെയും എക്സ്പെക്ടേഷൻസ് തമ്മിൽ എന്ത് ചെയ്യണം, കറക്റ്റ് ആക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്റൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ ക്യാൻ ബി ബ്രോട്ട് ഡൗൺ ടു റിയാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇന്റൻഷൻ പ്രോഗ്രാം. ഒരു ഇന്റൻഷൻ പ്രോഗ്രാമിലൂടെ മാത്രം നമുക്ക് എക്സ്പെക്ടേഷൻ എന്താക്കാൻ പറ്റും, റിയാലിറ്റി ആക്കാൻ പറ്റും, റിയൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇന്റൻഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് എക്സ്പെക്ടേഷൻ ബ്രോട്ട് ഡൗൺ ടു റിയാലിറ്റി, നമുക്ക് റിയാലിറ്റി ആക്കാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അവരോടും അവരെന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. 2 കാര്യങ്ങളാണ് ബെനിഫിറ്റ്സിൽ പറഞ്ഞത്. ആദ്യം റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ കാരണമാകുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നത് കുറയ്ക്കാൻ കാരണമാകുന്നു. ഇനി ഒരു റിയലിസ്റ്റിക് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻ, എംപ്ലോയീസിന്റെ സ്ഥാപനത്തിന്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് വർക്ക് ചെയ്യാൻ രണ്ടുപേർക്കും എന്ത് ചെയ്യുന്നു, രണ്ടുപേർക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. രണ്ടുമാണ് ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ.
ചെറിയ തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അത് ഒറ്റയടിക്ക് വായിക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പൊ നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ് പറഞ്ഞത്. ഒരു നല്ല എഫക്റ്റീവ് ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് ഒഴിവാക്കാൻ പറ്റും. ഒരു ഇത് രണ്ടുപേരുടെയും എക്സ്പെക്ടേഷൻസ് റിയലിസ്റ്റിക് ആക്കാനായിട്ട് പറ്റും. ദെൻ നമ്മൾ നോക്കുന്നത് ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയർ. നമ്മൾ ഒരു എഫക്റ്റീവ് ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ എംപ്ലോയറിനെ കുറിച്ചിട്ടും ഓർഗനൈസേഷനെ കുറിച്ചിട്ടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരു നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. പോസിറ്റീവ് ഫീലിംഗ് ടുവേഴ്സ് ദ എംപ്ലോയർ can be developed with the help of an intention program as well as job satisfaction is ensured. നമുക്ക് നല്ലൊരു ഇന്റൻഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. നമ്മൾ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ മേ ബി നമ്മൾ കറക്റ്റ് ആ പ്ലേസിലായിരിക്കില്ല നമ്മൾ പ്ലേസ് ആവുന്നത്. മേ ബി നമ്മൾ ഒരു മെന്ററിന്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിന്റെ കീഴിൽ കുറച്ച് നാൾ സബോർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ ആ ഒരു വർക്കിലേക്ക് അസൈൻ ചെയ്യണത്. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് പറഞ്ഞു തരും. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇന്റൻഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ എംപ്ലോയർ. Positive feeling towards the employer can be developed with the help of an intention program as well as job satisfaction is ensured. അപ്പോൾ ഒരു ഇന്റൻഷൻ പ്രോഗ്രാമിലൂടെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗും അതേപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷനും ഏൺ ചെയ്യാനായിട്ട് പറ്റും, എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു ഇന്റൻഷൻ പ്രോഗ്രാമിലൂടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കമ്പനിയുടെ മറ്റുള്ള എംപ്ലോയീസ് ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. Intention makes sure that there is an interpersonal communication with the new employee regarding the company policies and other employment practice. അപ്പോൾ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും ന്യൂ എംപ്ലോയീസ് ആയിട്ടും അതേപോലെ കമ്പനിയുടെ പോളിസീസ് എംപ്ലോയ്മെന്റ് പ്രാക്ടീസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ ആർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? എളുപ്പത്തിൽ ന്യൂ എംപ്ലോയിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. The new employee to contribute organization success more quickly. നമുക്ക് നല്ല രീതിയിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എത്രയാണ് എന്നെല്ലാം നമ്മളോട് ഓൾറെഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റൻഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. സോ അപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് ഓർഗനൈസേഷന്റെ സക്സസ് അതുവഴി അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഓൾറെഡി ട്രെയിനിങ്ങും ഓറിയന്റേഷനും കഴിഞ്ഞിട്ടാണ് ആ ജോബിലേക്ക് പ്ലേസ്ഡ് ആവുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ജോബിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സോ നമ്മളുടെ ടാർജറ്റും നമ്മുടെ ഗോൾ എന്താണെന്ന് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. സോ പെട്ടെന്ന് ആ ഒരു ടാർജറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനും അതുവഴി ഓർഗനൈസേഷന് സക്സസ് മോർ ക്വിക്ലി പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനും പറ്റും. നോക്കാം. Another benefits of intention program for new employee is that organizational objects and the annual target are made to know to them along with many other things. നമ്മൾ ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ന്യൂ എംപ്ലോയീസിന് ഓർഗനൈസേഷണൽ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതേപോലെ ആനുവൽ ടാർജറ്റ് നമ്മുടെ ഇയർലി നമ്മുടെ ടാർജറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ മന്ത്ലി നമ്മുടെ ടാർജറ്റുകൾ ഉണ്ടാവും. അതെന്താണ്, എത്ര യൂണിറ്റ്സ് ആണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ മറ്റു കാര്യങ്ങളോടൊപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. This will transform the private goal of some employee into organization goal. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്താണ്? നമ്മുടെ പ്രൈവറ്റ് ഗോൾ ആണ്. നമുക്ക് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഫിനാൻഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ഫണ്ട് കിട്ടണം, അല്ലെങ്കിൽ സാലറി റീസണബിൾ ആയിട്ടുള്ള സാലറി ബേസിസ് കിട്ടണം. അത് മാത്രമല്ല നമ്മളുടെ എയിം എന്ന് പറയുന്നത്. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ സക്സസിനും കൂടി നമ്മൾ എന്താവണം? ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഓർഗനൈസേഷന്റെ സക്സസിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു നമ്മുടെ പ്രൈവറ്റ് ഗോൾസ് കൂടി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ നല്ലൊരു ഇന്റൻഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ന്യൂ എംപ്ലോയീസിന് പെട്ടെന്ന് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ്സും
കാര്യങ്ങളും ഒബ്ജക്റ്റീവ്സ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനും ഓർഗനൈസേഷന്റെ സക്സസ് കുറച്ചും കൂടി മോർ ക്വിക്ലി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചില എംപ്ലോയീസ് ആണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില എംപ്ലോയീസ് ഭയങ്കര ഉത്സാഹ ബുദ്ധിക്കാരാണ്. അവർക്ക് അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളും മാത്രം ഏൺ ചെയ്താൽ മതി എന്നുള്ളൊരു ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട്. ആ സ്ഥാപനം എന്തായാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് മന്ത്ലി സാലറി കിട്ടണം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോ അത് എന്തിന്റെ റിസൾട്ട് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസക്സസ്ഫുൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കുട്ടികളുടെ അല്ലെങ്കിൽ ന്യൂ എംപ്ലോയീസിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കാരണവശാല് അൺസക്സസ്ഫുൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പാടില്ല. പ്രോപ്പർ ആയിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോക്കാട്ടോ. Some employees attempt an unhelpful practice of achieving personal objective in a working premises. നമ്മൾ വർക്ക് ചെയ്യുന്ന premises എങ്ങനെയെങ്കിലും എന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് മാത്രം നേടിയെടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. Unsuccessful internship program provide the employee with the opportunity to exercise these unhelpful practice. ഇങ്ങനെ വരുന്ന പ്രാക്ടീസുകൾ അൺസക്സസ്ഫുൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമാണ്. Hence, organization should change the way of delivering effective result from such a person through internship program. നമുക്ക് എങ്ങനെയാണ് അവർ നല്ല രീതിയിൽ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറ്റാൻ പറ്റുന്നത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും ട്രെയിനിങ്ങും കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ എംപ്ലോയിനെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. Through intention, a new employee will become aware of his and her social responsibility for the organization. ഒരു നല്ലൊരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൂടെയാണ് ന്യൂ എംപ്ലോയി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓർഗനൈസേഷനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കും. This will then turn into productive work environment for the management as well as employee. നല്ലൊരു പ്രൊഡക്റ്റീവ് എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എന്താ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു പ്രൊഡക്റ്റീവ് എൻവയോൺമെന്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നോക്കിയത്. ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എംപ്ലോയറിനോട് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂ എംപ്ലോയീസിന് അസിസ്റ്റ് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ഓർഗനൈസേഷണൽ സക്സസ് മോർ ക്വിക്ലി. എത്രയും പെട്ടെന്ന് ഓർഗനൈസേഷന് സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് അതെന്ത് ചെയ്തു നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ബെനിഫിറ്റ്സ് മൊത്തമായിട്ടൊന്ന് റീഡ് ചെയ്യും എല്ലാവരും. ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ഒന്ന് റീഡ് ചെയ്യും.
റീഡ് ചെയ്തു, സ്മൂത്തായിട്ട് റീഡ് ചെയ്തു. ക്ലിയർ ആണോ? സിമ്പിൾ ആണ്. നമുക്ക് ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. ഒരു റിയലിസ്റ്റിക് എംപ്ലോയി എക്സ്പെക്ടേഷൻസ് റിയലിസ്റ്റിക് ആക്കാൻ പറ്റും. ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് മാത്രമല്ല കേട്ടോ ഓറിയന്റേഷൻ ഉള്ളത്, കുറച്ച് പ്രോബ്ലംസും കൂടി ഉണ്ട്. എന്താണ്? കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു ഓറിയന്റേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഡാറ്റ ഓവർലോഡ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് ഒരുമിച്ച് ഒരു എംപ്ലോയിക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൺഫ്യൂഷൻ വരില്ലേ? മനസ്സിലാക്കാനും അത് റീറ്റെയിൻ ചെയ്യാനും അദ്ദേഹത്തിന് പറ്റണമെന്നില്ല. ഇത്തിരി പാടാണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഒറ്റ ദിവസം തന്നെ നമ്മൾ ഫുൾ ഇൻഫർമേഷൻ, കമ്പനിയെ കുറിച്ച് ഫുൾ ഇൻഫർമേഷൻ കൊടുത്തു. ഒരു കാര്യമില്ല, ഒന്നും അവർക്ക് മനസ്സിലാവില്ല. എന്തൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും ഒന്നും അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് ഒന്നാമത് നെർവസ്നെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഒപ്പം നമ്മളും കൂടി ഇത്രയും ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഡിവൈഡ് ചെയ്ത് കുറച്ച് അല്ലെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് വേണം കൊടുക്കാനായിട്ട്. സ്മോൾ യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പാസ് ചെയ്യണം. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഇൻഫർമേഷൻസ് അവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പാസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് കൺഫ്യൂഷനും അത് പെട്ടെന്ന് തന്നെ ടെൻഷൻ ആവും. ഇത്രയും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത്രയും ഡ്യൂട്ടീസ് ഞാൻ പെർഫോം ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് അവർക്ക് ടെൻഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ സ്മോൾ ആയിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പാസ് ചെയ്യാനായിട്ട്. ആദ്യത്തെ പ്രോബ്ലം ഏതാണ്? ഡാറ്റ ഓവർലോഡ് ആണ് കേട്ടോ. ആദ്യത്തെ പ്രോബ്ലം ഏതാണ്? ഡാറ്റ ഓവർലോഡ്. Huge amount of information should not be given to a new employee simultaneously, as it may prove difficult for the employee to understand and retain it. So, huge amount of information at a time നമ്മൾ എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പാസ് ചെയ്യാനായിട്ട് പാടില്ല. അത് മേ ബി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും പറ്റണമെന്നില്ല. എല്ലാ ഇൻഫർമേഷനും കൂടി ഒരുമിച്ച് കൊടുത്താൽ അവർക്ക് കൺഫ്യൂഷൻ വരും. നോർമലി ആണ്, ഒറ്റയടിക്ക് ഞാൻ വന്ന ഒരു 3-4 പേജ് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ലേ? പറ്റില്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് വന്നിരിക്കാം, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നോർമലി എല്ലാവർക്കും ഉണ്ടാവും, നല്ല പേടി ഉണ്ടാവും. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമ്മളോട് പറഞ്ഞാൽ ഇത് നാളെ മുതൽ നീയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് പേടിച്ചിട്ടുണ്ടാവും. നമ്മൾ മേ ബി പെട്ടെന്ന് ഇവിടെ നിങ്ങൾ പോയാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് ന്യൂ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ ആയിട്ട് കുറച്ച് ആയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. Thus it is essential to break the information in bites. ചെറുതാക്കണം, ഉള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. That the employee have the ample time to accept. അത് മനസ്സിലാക്കി എടുക്കാനുള്ള ടൈം, സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ടൈം നമ്മൾ അലോ ചെയ്യണം. അത് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനുള്ള ടൈം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. It is unfortunate that passionate organization, നല്ല passionate ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിൽ HR personnel place a large part of information on the employee's shoulder on the very first day. നമ്മൾ വിചാരിക്കും പാഷനേറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ HR പേഴ്സണൽസ് എന്ത് ചെയ്യും, എല്ലാ ഇൻഫർമേഷൻസും മറ്റേ ടൈമിൽ എന്ത് ചെയ്യും, എംപ്ലോയിക്ക് പാസ് ചെയ്യും, ഒരു ദിവസം കൊണ്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് ഇൻഫർമേഷൻ, അത്രയും ഇൻഫർമേഷൻസ് അവർ കേൾക്കുമ്പോൾ they may further terrify their nervousness. അവരുടെ ഭയം അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ അത് കൂട്ടാനേ കാരണമാവുള്ളൂ, അത് കുറയ്ക്കാൻ കാരണമാവില്ല, കൂടുതലേ ആവുള്ളൂ. ഇപ്പൊ ഡാറ്റ ഓവർലോഡ് ഒരു പ്രശ്നമാണ്. നമ്മള് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസ് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ. അല്ല ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൺഫ്യൂഷനും നെർവസ്നെസ് ഒക്കെ വരാനുള്ള കാരണമാകും. ഇനി അടുത്തൊരു പ്രശ്നമാണ് problem of boredom and rigidity. ബോറടിക്കാറില്ലേ? ഒരുപാട് ഫോർമൽ റുട്ടീനിലാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും അല്ലെ? ഇപ്പൊ ജസ്റ്റ് നിങ്ങളായിട്ടുള്ള ക്ലാസ് എങ്ങനെയാണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ
ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് ഇടയ്ക്ക് ബോറടിക്കാറുണ്ട്, ഇല്ലേ? ഉണ്ടാവാതിരിക്കൂല. ടീച്ചർ എന്ത് പറയണ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സമയം ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനിലൂടെ കണ്ടക്ട് ചെയ്യണേ. അപ്പൊ ക്ലാസ് ആണെങ്കിൽ 1-way കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്. നമ്മള് ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിൽ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ 1-way കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിൽ അങ്ങനെ ആവണം. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് നമുക്ക് ചെയ്യേണ്ട ജോലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണ്ടേ, തിരിച്ചു ചോദിക്കണ്ടേ, ഡൗട്ട് ക്ലിയർ ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് ആ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് മാനറിൽ വേണം കണ്ടക്ട് ചെയ്യാൻ. ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെ കണ്ടക്ട് ചെയ്യണം. കാര്യങ്ങൾ നമുക്ക് പറയാനും നമുക്ക് നമ്മുടെ മെന്റർ നമ്മളോട് കാര്യങ്ങൾ പറയും, നമ്മൾ അവരോട് തിരിച്ച് കാര്യങ്ങൾ പറയും. ഒരു ഇന്ററാക്റ്റീവ് സെഷനിലൂടെയാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. നമ്മള് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പണിഷ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നല്ലത്? ക്ലിയർ ചെയ്ത് തരുന്നതാണ്. മേ ബി നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പണിഷ്മെന്റ് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആ ഓർഗനൈസേഷനോട് തോന്നുന്നേ. അതല്ല, ഇതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ്. കാരണം നമുക്ക് സപ്പോർട്ട് അവർ തരുന്നുണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് തോന്നും. എംപ്ലോയീസ് ഡു നോട്ട് ഫീൽ comfortable when the internship program is organized in formal and routine way, just like a customs. ഒരു കസ്റ്റംസ് പോലെ ഒരു റുട്ടീൻ വേയിൽ നടത്താണെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നമുക്ക് പ്രോപ്പർ ആവണമെന്നില്ല, കംഫർട്ടബിൾ ആവണമെന്നില്ല. Hence, there is a need to conduct the program in dynamic and interactive manner. So, നമ്മൾ ഒരു പ്രോഗ്രാം, ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഡൈനാമിക് മാനർ അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് മാനറിൽ വേണം കണ്ടക്ട് ചെയ്യാൻ. 2-way കമ്മ്യൂണിക്കേഷൻ ആണ് പ്രിഫറബിൾ. This can done if the employee are encouraged to voluntarily and actively participate in internship program. ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? എംപ്ലോയീസിന് വോളണ്ടറി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ലെക്ചർ മാത്രമേ കേൾക്കുള്ളൂ, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നമുക്ക് സംശയങ്ങൾ അവിടെ വെച്ച് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. To make it a pleasant activity and not a punishment for the employee who have joined recently. നമ്മൾ ഒരു പ്ലസന്റ് ആയിട്ട് വേണം അവരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ, അല്ലാതെ നമ്മൾ പണിഷ്മെന്റ് പോലെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്ത് പണിഷ്മെന്റ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. കാരണം അവർക്ക് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മൾ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തോന്നുന്നത്. അപ്പൊ ഡാറ്റ ഓവർലോഡ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഒരു പ്രോബ്ലം ആണ്. അതേപോലെ ആണ് ഫോർമൽ റുട്ടീൻ വേയിലാണ് നമ്മൾ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത് ബോർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റിജിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്, കാഠിന്യം ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത, ഡാറ്റ ഓവർലോഡ്, പ്രോബ്ലംസ് ഓഫ് ബോർ. രണ്ടും റീഡ് ചെയ്തേ.
ഓക്കെ. ദെൻ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് പ്രോബ്ലം ആണ് ലാക്ക് ഓഫ് ആഡക്വേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റർ. നമ്മൾ ഒരു കാര്യം നമുക്ക് ഒരാൾ പറഞ്ഞു അത് മനസ്സിലാക്കി ചെയ്തു തുടങ്ങാൻ നമുക്ക് ഒരു ആഡക്വേറ്റ് ടൈം, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ടൈം കൊടുക്കണം. അങ്ങനെ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ടൈം കൊടുത്തില്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ നമുക്ക് ട്രെയിൻ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവും, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് കൊടുക്കണം, ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കണം. മേ ബി HR മാനേജേഴ്സോ സൂപ്പർവൈസറോ ലൈൻ മാനേജറോ ആയിരിക്കും ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് നല്ല രീതിയിൽ അത് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് adequate time and training for facilitator. When the role of the promoter of an intention program is handed over to the supervisor. Intention program promote ചെയ്യുന്ന സാധാരണയായിട്ട് ആരാണ്, സൂപ്പർവൈസർ ആൻഡ് ലൈൻ മാനേജർ ഓഫ് ദ ഓർഗനൈസേഷനിൽ ലൈൻ മാനേജർ ആയിരിക്കാം. They may not able to carry out effectively. ചിലപ്പോൾ അവർ ആ ഒരു വർക്ക് കറക്റ്റ് ആയിട്ട് ഓറിയന്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, എഫക്റ്റീവ്ലി അത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഡ്യൂ ടു ലാക്ക് ഓഫ് ആഡക്വേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ്. എന്തുകൊണ്ടാവാം, അവർക്ക് അത് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ല, ട്രെയിനിങ് ഇല്ല. അതുകൊണ്ട് മേ ബി അവരെന്താണ് കറക്റ്റ് ആയിട്ട് ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോ നമ്മൾ സൂപ്പർവൈസറോ ലൈൻ മാനേജറോ ആരും ആവട്ടെ ട്രെയിനിങ് ചെയ്യുന്നത്, അവർക്ക് നല്ല രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഈ ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ട വ്യക്തികൾക്ക് കിട്ടേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. Moreover, they may also extremely busy in making arrangement for the program in advance, and as the result of which the efficiency may ultimately affect. Maybe നമ്മളത് മുൻകൂട്ടി തീരുമാനിച്ച് പ്രോഗ്രാമിൽ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. That might also try to be the significance of increment position in the organization. ഇപ്പോ നമുക്ക് ട്രെയിനിങ് തന്ന ആൾക്ക് ഇതിനെ കുറിച്ച് വലിയ നോളജ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളുടെ പൊസിഷൻ ജോലി റിക്രൂട്ട് ചെയ്ത ആൾക്ക് അയാൾ പൊസിഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, കാരണം അദ്ദേഹത്തിനും നോളജ് കുറവായിരിക്കും. സോ അപ്പൊ എന്താണ്, നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് നല്ല എഫക്റ്റീവ് ആയിരിക്കണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓവർസ്റ്റേറ്റ് ദർ ഓൺ പവർ ടു ദ ഇംപ്ലിമെന്റ് ജോബ്സ്. ചില സമയങ്ങളിൽ നമ്മൾ സുപ്പീരിയേഴ്സ് കൂടുതലായിട്ട് നമ്മളുടെ ജോബിലും കൂടി കൂടുതലായിട്ട് എന്ത് ചെയ്യും, പവർ എന്ത് ചെയ്യാറുണ്ട്, ഇൻവോൾവ് ചെയ്യാറുണ്ട്. സോ നമ്മളത് അങ്ങനെ കാരണമാകും, കാരണം നമുക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് അവരായിരിക്കും നമ്മളുടെ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. As a result, the attitude and content of the existing employee may be seems to be threatening for the new incumbent. നമുക്കറിയാം എല്ലാ സ്ഥാപനത്തിലല്ല കേട്ടോ, ചില സ്ഥാപനത്തിൽ പുതുതായിട്ട് ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഒരു ദേഷ്യം, ഒരു ഫീലിംഗ് ഓഫ് ജലസിയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ദേഷ്യം തോന്നാറുണ്ട്, ത്രട്ടനിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നാറുണ്ട്. പുതുതായിട്ട് നിങ്ങൾ ആരെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ഫീൽ ചെയ്യും, അവിടുത്തെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് നമ്മളോട് എന്തോ ദേഷ്യം വെച്ച് പെരുമാറുന്ന പോലെ. അത് നമുക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം, ചിലപ്പോൾ റിയലി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ റിയലി അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ്, ട്രെയിനിങ് ഫെസിലിറ്റേറ്റർ ആവാനായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ നമ്മളോട് പെരുമാറുന്നത്. അപ്പോ ലാക്ക് ഓഫ് ആഡക്വേറ്റ് ടൈം, നമ്മൾ ഒരു ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു ആഡക്വേറ്റ് ടൈം പീരീഡ് നമ്മൾ അലോ ചെയ്യണം. ആ ടൈം പീരീഡിനുള്ളിൽ നമ്മളുടെ എംപ്ലോയിനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നവർക്ക് മേ ബി സൂപ്പർവൈസറോ ലൈൻ മാനേജറോ HR മാനേജറോ ആരും ആവട്ടെ, അവർക്ക് എന്താണ് ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ട ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഉള്ള വ്യക്തികൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യാൻ. ലാക്ക് ഓഫ് ആഡക്വേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ എ ഫെസിലിറ്റേറ്റർ ഒന്ന് വായിച്ചേ.
നെക്സ്റ്റ് പോയിന്റ് ആണ് റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്. മേ ബി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഇന്റൻഷൻ പ്രോഗ്രാം കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ മേ ബി അവിടെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. The retention level of the employee can be improved through an organized orientation program. നമ്മൾ ആ കമ്പനിയിൽ ആ എംപ്ലോയിനെ റിറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം അനുസരിച്ചിരിക്കും. ആൻഡ് ആസ് ദ റിസൾട്ട് ഓഫ് വിച്ച് attrition can be reduced. നമ്മൾ ഇവിടെ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പർട്ടിക്കുലർലി ഇൻ ഏർലി ഇയേഴ്സ്, നമ്മൾ ആദ്യം വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. On the other hand, a weakly prepared and implemented intention program could produce undeserved result. നമ്മൾ വീക്കിലി ആണ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രിപ്പയർ ചെയ്ത് കണ്ടക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫലങ്ങളായിരിക്കും സംഭവിക്കുന്നത്. എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. It may force the new employee to build up negative feeling towards the organization. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആ എംപ്ലോയീസിന്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. ആൻഡ് ഓൾസോ അബൌട്ട് ദ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ഇന്റൻഷൻ പ്രോഗ്രാം. അതേപോലെ തന്നെ ഇന്റൻഷൻ പ്രോഗ്രാമിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് തോന്നുന്നത്. ആ ഒരു കംഫർട്ടബിൾ അവർ ഫീൽ ചെയ്യില്ല. ഓൾ ത്രൂ ദിസ് ഈസ് നോട്ട് ഡൺ ഡെലിബറേറ്റ്ലി. അത് ശരിക്കും അവര് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. എന്നിരുന്നാലും അവർക്ക് ഇന്റൻഷൻ പ്രോഗ്രാമിനോടും ഓർഗനൈസേഷനോടും നെഗറ്റീവ് ഫീലിംഗ് തോന്നും. എന്നുവെച്ചാല് അവര് ആ പറയുന്ന കാര്യങ്ങളൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ക്ലിയർ ആകുന്നില്ലെങ്കിൽ അവർക്കത് എന്താണ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ട് ഫലമില്ലാതായി പോകും. ദിസ് ഈസ് ഡ്യൂ ടു course also force the employee to the job to leave the job suddenly as he is nervous, fearful and uncertain about his future. ഇത് ഇങ്ങനെ വരുമ്പോ സാധാരണയായിട്ട് എന്ത് ചെയ്യും, ആ എംപ്ലോയി നമ്മള് ആ ഒരു ജോബ് വിട്ടു പോകാനായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് വരും. മേ ബി അദ്ദേഹത്തിന് നെർവസ്നെസ്സും ഫിയർഫുള്ളും അൺസർട്ടനിറ്റി കാരണമായിരിക്കും അത് വരുന്നത്. സാധാരണ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് വന്ന് ഫസ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് ആ ഫിയറും അൺസർട്ടനിറ്റിയും നെർവസ്നെസ് ഒക്കെ മാറുന്നതാണ്. അത് അവർ ശ്രദ്ധിക്കും. ഫിയർ ഉണ്ടോ, ഭയം ഉണ്ടോ, കാര്യങ്ങൾ നോക്കും. ഓക്കെയാണ്, ആള് വർക്ക് ചെയ്യാൻ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലെങ്കിൽ മേ ബി നമ്മള് ഓർഗനൈസേഷന് പറ്റിയ വ്യക്തിയല്ല എന്ന് അവർ അസ്യൂം ചെയ്യും, നമ്മൾ പിരിച്ചുവിടുകയും ചെയ്യും. റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്റ്റ് ആണ്. നമ്മള് നല്ല രീതിയിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എംപ്ലോയിനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം വീക്ക്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ ആണെങ്കിൽ അൺഡിസേർവ്ഡ് റിസൾട്ട് ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ റിസൾട്ട്. അതേപോലെ ഓർഗനൈസേഷനോട് ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ അവർക്ക് ഡെവലപ്പ് ചെയ്യും. അതേപോലെ ഇന്റൻഷൻ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് റൺ ചെയ്തില്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഓർഗനൈസേഷനോട് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ ന്യൂ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനം വിട്ടു പോകാനായിട്ട് കാരണമാകും. അവർക്കുള്ള നെർവസ്നെസ്സും ഫിയറും അല്ലെങ്കിൽ അൺസർട്ടനിറ്റി, ഫ്യൂച്ചറിനോടുള്ള ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ള പേടി കൊണ്ട് മേ ബി അവരെന്ത് ചെയ്യും, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം, റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്. ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ കേട്ടോ. ഇനി വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. എല്ലാവരുടെയും ലെവൽ ഓഫ് ലേണിംഗ് ഒരേപോലെ ആയിരിക്കും. ഒരാൾക്ക് ഒരു പ്രാവശ്യം ആ ഒരു പാരഗ്രാഫ് വായിച്ച് പെട്ടെന്ന് മനസ്സിലാവും. ചില വ്യക്തികൾക്ക് അത് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് മീനിങ് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോ എല്ലാ പേഴ്സൺസും ഒരേപോലത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്തല്ല വാല്യുബിൾ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലെവൽ ഓഫ് ലേണിംഗ് എബിലിറ്റി ആൻഡ് പെർപെച്വൽ സ്കിൽ വേരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. നമ്മുടെ ലേണിംഗ് എബിലിറ്റിയും പെർപെച്വൽ സ്കിൽസും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ ഡിഫറെന്റ് ആണ്. ഫ്യൂ പീപ്പിൾസ് ക്യാൻ ഗ്രാസ്പ് ബെറ്റർ ദാൻ വൺ അതേഴ്സ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ലൈക്ക്വൈസ് only listening to the presenter may be enough for some people to understand the subject matter. നമ്മൾ പ്രസന്റേഷൻ കാണിക്കുകയാണ്, അത് ജസ്റ്റ് ഇത് ലിസൺ ചെയ്യുമ്പോഴേക്കും ചില ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. While others may need the video presentation demo to understand the information clearly. അപ്പൊ ചില വ്യക്തികൾക്കാണെങ്കിൽ വീഡിയോ പ്രസന്റേഷനും അതേപോലെ ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് മാത്രമാണ് അവർക്ക് ഇൻഫർമേഷൻസ് എന്താവുന്നത് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ആകുന്നത്, മനസ്സിലാക്കുന്നത്. Make the use of common method and the same delivery system by the organization in intention program for all new employees. അപ്പൊ നമ്മള് കോമൺ മെത്തേഡ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഇന്റൻഷൻ പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അതേപോലെ സെയിം ടൈപ്പ് ഓഫ് ഡെലിവറി സിസ്റ്റം ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എംപ്ലോയിനെ ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റില്ല. Regardless of their skill and level, educational background may affect the effectiveness of the intention program. നല്ല രീതിയിൽ നമ്മൾ ഇന്റൻഷൻ പ്രോഗ്രാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന്റെ ലെവൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏത് ടൈപ്പ് ഇന്റൻഷൻ പ്രോഗ്രാം ആണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ നല്ല രീതിയിൽ നോളജ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായ അദ്ദേഹത്തിന് എന്താണ് സിമ്പിൾ ആയിട്ട് ഓറിയന്റേഷൻ കൊടുത്താൽ മതി. കുറച്ച് വീക്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ ടൈം എടുത്ത് കെയർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ ഓർഗനൈസേഷൻ ടു ആക്സസ് ദ എഫിഷ്യൻസി ഓഫ് ദ ഇന്റൻഷൻ പ്രോഗ്രാം. നമ്മൾ ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും അവരുടെ ഇന്റൻഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് എടുക്കുന്നത് നല്ലതാണ്. ഏതെല്ലാം ന്യൂ എംപ്ലോയീസ് ആണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അവരിൽ നിന്നെല്ലാം നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. They should regularly follow up the feedback process by making required modification. നമ്മൾ എന്താ ഫീഡ്ബാക്ക് എടുക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രോഗ്രാം ടു അപ്ഗ്രേഡ് ഇറ്റ്, അതിനൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. On the other hand, many organizations rarely carry out the serious assessment and follow up of their intention program. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നില്ല, ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അവരോട് എന്താണ് ഇന്റൻഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്ക് സെഷൻ എന്ത് ചെയ്യുന്നില്ല, കളക്ട് ചെയ്യുന്നില്ല. അതൊരു ചെറിയ പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഇത്രയുമാണ് എന്ത് നമ്മളൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ വരുന്ന ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്. ഡാറ്റ ഓവർലോഡ്, ഒത്തിരി ഇൻഫർമേഷൻസ് ഒരുമിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഓവർലോഡ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് വിരസത അല്ലെങ്കിൽ ബോർഡം ആൻഡ് റിജിഡിറ്റി ഫീൽ ചെയ്യും. നമ്മൾ എംപ്ലോയീസിന് ആഡ്വക്കേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, എന്നാലാണ് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുള്ളൂ. മേ ബി റിസ്ക് ഓഫ് ഫെയിലിയർ, നമുക്ക് ഫെയിലിയർ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം, എല്ലാ ഓറിയന്റേഷൻ പ്രോഗ്രാമും ഒരേപോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവാലുവേഷനും ഫോളോ അപ്പും ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ ഓർഗനൈസേഷനും ചെയ്യുന്നില്ല. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ, ടോട്ടൽ ആയിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
എല്ലാവരും റീഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്താണ്. ഈ ഒരു പോർഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഭയങ്കര വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലെ, ഫസ്റ്റ് തന്നെ വന്നിട്ട് ടീച്ചർ ഭയങ്കര വലിയൊരു ചാപ്റ്റർ എടുത്തല്ലേ. കാരണം നമ്മുടെ ജേർണിയുടെ പാതി ആയപ്പോഴേക്കും നമ്മുടെ വലിയ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. പ്ലേസ്മെന്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. സോ നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് ചിലപ്പോൾ എക്സാമുകളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കാം. അതേപോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് പെയിന്റിംഗ് ഉള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്തിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. പിന്നെ നമ്മൾ ആ ഡൗട്ട് ചോദിക്കാനുള്ള ടൈം നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. Thank you, ma'am.